അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതെ 3 പേരുണ്ട്. മൂന്നാമത്തെ ആള് ചെറുതായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചിങ്ങളുവിൻ്റെ ബാത്തിങ്ങിലും ചിങ്ങളുവിനെ കുളിപ്പിക്കുന്ന ഞങ്ങൾ ഇതുവരെയായിട്ട് വീഡിയോ കാര്യങ്ങൾ ഇട്ടിട്ടില്ല. ഫസ്റ്റ് ബാത്തിങ്ങൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വ്ളോഗായിട്ട് ഇടാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിങ്ങളുവിനെ കുളിപ്പിക്കുന്ന വീഡിയോ ആണ്, കുളിച്ചിൻ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ചിങ്ങളുവിനെ കുളിപ്പിക്കാൻ സമയമായി. കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ചുകൂടെ ഒന്ന് ആൾ ഉഷാറാവുള്ളൂ. അവൻ ഉറക്കം വരുന്നുണ്ട്, പക്ഷെ എന്നാലും കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങും. അതെന്നും അങ്ങനെയാണ് ഇല്ല അമ്മ? അപ്പോൾ നമ്മൾക്ക് എന്തായാലും കുളിപ്പിക്കാറ് അതായത് അമ്മ കുളിപ്പിക്കും, ഞാൻ ബാക്കി ഇൻചാർജ് ഞാൻ. അങ്ങനെ ഒരു സെറ്റപ്പാണ് അല്ലേ? പാല് കൊടുക്കൽ ഡ്യൂട്ടിയാണ് വായിച്ചക്ക്. അപ്പം ഇപ്പോൾ എന്താണാവോ ആള് കുളിച്ച് കഴിഞ്ഞ് ഇനി കരച്ചിലൊക്കെ നിർത്തിയിട്ട് ഒരു ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ കരച്ചിലാണ്. അതണ്ട ഉണ്ടാതിരിക്കുന്നുണ്ട്. ആ അതെ. ചിങ്കിടോ കുളിക്കാൻ പോവാ. റെഡി? അമ്മ എല്ലാം റെഡി ആക്കിയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ചിങ്കിടോ എവിടെ ഇങ്ങോട്ട് തിരി. ചിങ്കിടോനെ നോക്കട്ടെ. ആവശ്യമില്ല തിരിയണ്ടി. ചിങ്കിടോ സത്യ നടന്നോ നമുക്ക് കുളിക്കാൻ പോവാം. കുളിക്കാനൊക്കെ നല്ല മൂടാണ്ടാ. കുളിക്കാൻ നല്ല ഇഷ്ടമാണ് ആൾക്ക് അല്ലേ? അല്ല വാവിച്ച് കുളിക്കാൻ വാവിച്ചിക്കാനും മടി. അതെനിക്ക് അങ്ങനെയൊക്കെ ഇടണ്ടേന്ന്. അപ്പം ഞങ്ങളില്ലേ ഇവിടെയാണ് കുളിപ്പിക്കട്ടാ. രീതിയിലായിരിക്കും കുളിപ്പിക്കാം. അപ്പൊ കുട്ടീനെ ഇങ്ങനെ കുളിപ്പിക്കാൻ പാടില്ല, അങ്ങനെ കുളിപ്പിക്കാൻ പാടില്ല എന്നൊന്നും പറയരുത്. അതെ, ഞങ്ങൾ ഇങ്ങനെയാണ് കുളിപ്പിക്കാൻ പോണത്. അതെ, ഡ്രസ്സ് അയക്കൽ ചടങ്ങാണ്. അപ്പോൾ ഗൈസ് ഞാനാണ് ഡ്രസ്സൊക്കെ അയച്ചിട്ട് കൊടുക്കാട്ടോ. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ അമ്മോട് അയച്ചുകൊണ്ടിരിക്കും. എണിപ്പിച്ചിട്ട് വന്നാണ്. അല്ല, എണിച്ചിട്ട് കുളിപ്പിക്കാന്നുള്ള പ്ലാനില്ലേ? പാലൊക്കെ കൊടുത്ത് അങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടി എടുത്താണല്ലേ സത്യ. ഇപ്പൊ ചെലപ്പോ കരയാൻ ചാൻസ് ഉണ്ട്. മാക്സിമം കുളിക്കുമ്പോ കരയാറില്ല, ചില സമയത്ത് മാത്രം മൂടില്ലാതിരിക്കുന്ന സമയത്ത് മാത്രം കരയുള്ളൂ അല്ലേ? അങ്ങനെ മിണ്ടാതിരിക്കണ്ട. കാണിച്ചു കൊടുക്ക് ഗൈസ്. കുളിപ്പിക്കാൻ അങ്ങനെ കടത്തി കഴിഞ്ഞാൽ മിണ്ടാതിരിക്കും. ചിങ്ങടോ സത്യ ഇഞ്ചിന് കുളിക്കാൻ പോവാണ്. സത്യ കുളിക്കാൻ പോവാടാ. ഉറക്കത്തിന്റെ ഒരു സീനാണ്. ചിങ്കിടുവാ കുളിക്കാൻ റെഡി ആയിട്ട് നിക്കണ മൂപ്പര്. പിന്നെ അടുത്ത് വരുന്ന ഇതിനെന്താ കമന്റ് ഇടാൻ പോണെന്ന് അറിയോ? വലിയ തോർത്ത് എന്തിനാണ് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോകുമ്പോ വലുത് അങ്ങനെ മേടിച്ചാണ്. പിന്നെ അതന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നല്ലേ. മൂപ്പർക്ക് ക്ഷമയില്ല, അത് കാരണം വേഗം കുളിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ എണ്ണയിൽ കുളിപ്പിക്കുകയാണ്. അതെ, സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാറ്. അത് മറ്റേ നമ്മൾ നോർമലി കടയിൽ നിന്ന് വിളിച്ചതല്ല, ആട്ടി എണ്ണ തേച്ചു കൊടുക്കാറുള്ളൂ അല്ലേ? പിന്നെ അതുപോലെ ഡൈപ്പറിന്റെ നമ്മള് സ്നെഗ്ഗി അല്ല, അതല്ലല്ലോ, ആ പാമ്പേഴ്സ് അല്ല, അതായത് തുണിന്റെയാണ്. വെച്ച സമയത്ത് റാഷസ് വരുന്നു കൂടുതലായിട്ട്. ഞങ്ങൾ കൂടുതലത് വെക്കാറില്ല. ക്ലോത്ത് മറ്റേ മുണ്ടിന്റെ ഒക്കെ പീസുകൾ ശരിക്കും അതാണ് നല്ലത്. പക്ഷെ ഇങ്ങനെ മൂത്രമൊഴിക്കലും അപ്പിയിടലൊക്കെ ആവുമ്പം അവർക്ക് ഉറക്കം നേരെ കിട്ടണില്ല. അപ്പൊ അത് കാരണം ഞങ്ങള് തുണിന്റെ ഡൈപ്പറാണ് യൂസ് ചെയ്യേണ്ടത്. കൊറെണ്ണം മേടിച്ചില്ലേ ബേബി? കൊറേ മേടിച്ച് വലിയ സൈസായി, ചിലത് ലൂസ്, അങ്ങനെ ഓരോന്നോരോന്ന് മാറിപ്പോയി. ലാസ്റ്റ് ഒന്നില് സെറ്റായി. ഇപ്പൊ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, റാഷസ് കാര്യങ്ങളൊന്നും ഇല്ല. അത് വെച്ചുകൊടുത്ത് ഞങ്ങൾ ഇടയിൽ മാറ്റും. ഒരുപാട് നേരം വെക്കില്ല, ഇടയിൽ മാറ്റും. കുളിക്കാൻ മടിയില്ലാത്ത ആളാണ് ചിങ്കിടു. അല്ലെങ്കിലേ കുളിപ്പിക്കുന്ന ടൈമിൽ ഉള്ളിലിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാല് എന്താണ് പറയാ,
കരയിപ്പിക്കുമ്പോ ഉള്ളിൽ പോയി ഞാൻ പിന്നെയൊക്കെ പിറുപിറു പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തിനാ കുട്ടിനെ ഇങ്ങോട്ട് വന്നതിന് പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് വായിച്ചുള്ളേ. ഞാൻ അമ്മയോട് കുളിപ്പിക്കും, അമ്മ കുളിപ്പിച്ചതിന്റെ എനിക്ക് കൈമാറും, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും ഡ്യൂട്ടി. അങ്ങനെയാണ്. ഹായ് പറ ഇനി കുറച്ചും കൂടെ ആയിട്ട് ഹായ് പറയാം അല്ലേ എല്ലാവരുടെ അടുത്തും. കുറച്ചുകൂടെ ആയിട്ട് ഞങ്ങൾ ഹായ് പറയും അല്ലേ. മൂപ്പർക്ക് ഇങ്ങനെ കിടക്കാനല്ലേ മാറു ബേബി. എവിടെ കാണാനില്ലല്ലോ. ഇങ്ങനെയല്ലേ ഫസ്റ്റ് കുളിപ്പിക്കുന്ന സമയത്തില്ലേ ഇങ്ങനെ വെച്ചിട്ട് ഒരു സെൽഫി പോലെ എടുത്തിട്ടുണ്ട്. ഹലോ അപ്പോഴേ ആള് ശരിയാണ്. ചിങ്ങടോ ചിങ്ങടോ കുഞ്ഞു ചിരിക്കുന്നു. ഇല്ല മിണ്ടാടി ഇരിക്കുക. അവള് അവളുടേതായിട്ടുള്ള ലോകത്താണ്. അതിന്റെ അടിയിൽ നമ്മൾ സംസാരിച്ചാലൊന്നും ശരിയാവില്ല. കുളിപ്പിക്കൽ തുടങ്ങി. എല്ലാരും ചിങ്ങടുവിന്റെ കുളി കാണുകയാണ്. അത് കുട്ടികൾ പൊതുവെ അങ്ങനെ തന്നെയാണ്. ഇത് പക്ഷേ എണ്ണ തേച്ചിരിക്കില്ല അപ്പൊ അതിൻ്റെ ഉള്ളിൽ പോകുമ്പോ സോപ്പും വോമിറ്റ് ചെയ്യാനുള്ള ഒരു ഇതുമില്ല. അപ്പൊ അതുകൊണ്ട് പിടിച്ചു വെച്ചത് കൈ. ചിങ്ങടു അല്ലെങ്കിലേ വാവുച്ചിനെ കണ്ടു കഴിഞ്ഞാല് അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞാല് കരയാൻ തുടങ്ങും. ഇപ്പൊ അത് നേരെ ചേഞ്ച് ആയില്ലോ. കയ്യില് സോപ്പിട്ടിട്ടുണ്ടാ അതാ തിന്നണു. ഇപ്പൊ നേരെ തിരിച്ചായി. ഇപ്പൊ എങ്ങനെയാന്നറിയോ, ഞാനാണ് പോകുമ്പോ കരയുന്നത്. മാറി വിചാരിച്ചു അത് ചിങ്ങടോ ഇല്ലടാ. പിന്നെ അതുപോലെ തന്നെ കുളിപ്പിക്കണതില്ലേ ഒരു ഉച്ച കഴിഞ്ഞ് കുറച്ച് ഇതായിട്ടാണ്. അമ്മ എപ്പോഴും വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈലന്റ് ആയിരിക്കും. അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിങ്ങടൂരിയാണെങ്കിലും കൊഞ്ചിക്കൊണ്ടേയിരിക്കും. അമ്മക്ക് വീഡിയോ എടുക്കുക. ഹേയ് ചിങ്ങടു ഹേയ് നല്ല സുഖം. എന്തായാലും ഡാഡിനെ പോലെയാണ് കുളിക്കാൻ മടിയൊന്നുമില്ല. അവന്റെ സൗണ്ട് പുറത്തു വന്നു. ചിങ്ങടു സത്തേ ചിങ്ങടു കാഴ്ചകൾക്ക് അതാ മറക്കണോ. ചെലപ്പോ ഫേസിലിടുമ്പോ കരിയില്ല ബേബി. തല കഴുകണ ആ സമയത്ത് ചില സമയത്ത് മാത്രം കേട്ടോ, കൂടുതൽ കരയില്ല, ചില സമയത്ത് മാത്രം. പിന്നെ അതായത് നമ്മൾ എന്താ പറയാ അതിന്റെ പേര് കാതുകുത്തിയതില്ലേ, കാതുകുത്തിയത് ഞങ്ങൾക്ക് ഫുള്ളായിട്ട് സെറ്റ് ആയിട്ടാ. അതൊക്കെ ആൾക്ക് അതിന്റെ പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ വിശപ്പാണ് വിശപ്പ്. നീ ഇതൊക്കെ കഴിഞ്ഞിട്ട് കരയാൻ തുടങ്ങാം അല്ലെ ചിങ്ങടോ? അതിനിപ്പോ പറയാനേ ഇല്ലല്ലോ. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് വിശക്കാൻ തുടങ്ങും. അപ്പോഴാണ് തുടങ്ങുക. ഇപ്പോഴൊന്നും കരയില്ല. ഇപ്പൊ ഞങ്ങൾ മിണ്ടാതിരിക്കും. അതില്ലേ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ കാണാൻ സമയത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ തോളിലെടുക്കുന്ന സമയത്ത് ഇതുപോലെ വായിൽ വരുന്നിട്ട് ചിലപ്പോൾ ആൾക്ക് വോമിറ്റ് ചെയ്യാൻ പോലെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എടുത്തു വിടുന്നത്. ശരിക്കും എടുത്തു വിടാൻ പാടില്ല അങ്ങനെയൊക്കെ പറയണം കേട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അവൾക്ക് വോമിറ്റ് ചെയ്യാൻ അതായത് ഓരോ കുട്ടികൾക്കും ഓരോ ഇതായിരിക്കുമല്ലോ. നിങ്ങൾ കുറേ നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്യാനുള്ള ഇത് വരും. അപ്പം മെല്ലെ ഞങ്ങൾ എടുത്തു വിടും അല്ലേ സത്തേ? ചിങ്ങടുവാ എവിടെയാ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് നോക്കണം. കഴിഞ്ഞു അല്ലേ? കുളി കഴിഞ്ഞു അല്ലേ സത്തേ? കഴിഞ്ഞു. ഫോണിലേക്ക് കാര്യമായിട്ട് നോക്കണം. ഫോണിലേക്ക് നോക്കണം അല്ലേ ചിങ്ങടോ? ഈ എന്താ പറയാ, ഞാൻ എന്തോ പറയാൻ വന്നു ഗൈസ്, മറന്നു. എന്തോ പറയാൻ വന്നു ദേവി. ഇന്ന് കുഴപ്പമില്ല. ചില സമയത്ത് മാത്രം തല കഴുകുന്ന ടൈമില് ചെറുതായിട്ടൊന്നും കഴിയും, പിന്നെ തുടച്ച് കഴിഞ്ഞാൽ ശരിയാവും.
ഗൈസ് അപ്പം മമ്മി ചിങ്കുരുവിനെ നല്ല തുടച്ചെടുക്കുകയാണ്. ഇനി കുറച്ചും കൂടെ ഇവൾക്ക് ഒന്നാമത് ചൂടൊന്നും സെറ്റ് ആവില്ല, പെട്ടെന്ന് വേർക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഗൈസ് കുട്ടിനെ മാറി കുളിച്ച് കഴിഞ്ഞാൽ ആളൊരു സന്തോഷം. റൂമ് മൊത്തം അലങ്കോലാണ് കേട്ടോ ഗൈസ്. അയ്യോ ഞാൻ വരട്ടെ. റൂം മൊത്തം അലങ്കോലം പറഞ്ഞ ഒന്നാമത് രാവിലെ എണിച്ചിട്ട് അങ്ങനെ ഇതായതാണ്, ഒന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫാൻ കുറവാക്കണല്ലേ? നിർത്തട്ടെ, സ്റ്റോപ്പ് ചെയ്യട്ടെ. ഗൈസ് ഇനി ബേബിന്റെ പോരാട്ടം. അത് സ്ഥിരമായിട്ട് കത്തന്നെ അമ്മ അവിടെ നിന്ന് കുളിപ്പിച്ചിട്ട് തരും. ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ബാക്കി കുറച്ചുകൂടെ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ മെല്ലെ ഇരുന്ന് തുടച്ചു കൊടുക്കും അല്ലേ ചിങ്ങടോ? കണ്ണിന്റെ ഇതൊക്കെ ചിങ്ങടുവിന്റെ സാധനങ്ങൾ തന്നെയാണ് ഗൈസ്. എന്ത് അതൊക്കെ പിന്നെ ബുക്ക്, അത് ഞങ്ങളുടെ ബുക്കാണ്. അതിന് വലിയ ചിങ്ങടോ ശരിക്കും ആ ഷീറ്റിലല്ലേ ചിങ്ങടുവിനെ കിടത്തുക? അത് ഈ ഡയപ്പറൊക്കെ മാറ്റി കൊടുക്കുന്നത്. ബേബി അത് മാറ്റി മാറ്റി കൈ മാറ്റി ഛർദിക്കുമ്പോ എന്താണ് കുഞ്ഞോ? ഫുള്ളായിട്ട് തുടച്ചൊക്കെ കൊടുത്തുട്ടാ. വെള്ളം പോകേണ്ട ഭാഗം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. മൂപ്പർക്ക് ക്ഷമയൊക്കെ എന്താ വെച്ചാല് പാല് കുടിക്കാനായത് വിശപ്പ് വന്നു ആൾക്ക്, അതുകൊണ്ടാണ്. അതുവരെ സൈലന്റ് ആയിരിക്കും, വിശപ്പ് മെല്ലെ ട്യൂണൊക്കെ മാറുന്നുണ്ട. പിന്നെ ഇതാ ഡയപ്പർ സെറ്റ് ചെയ്യാണ് ഗൈസ്. അതെ ചിങ്കിടുവോ? ആ വിശപ്പുണ്ടോ? എക്കിട്ടം വന്നു. മൂപ്പർക്ക് ക്ഷമയൊക്കെ പോയി. എന്താണ് ഇഞ്ചാണ്? 5 അല്ല 6 ഇല്ല. കത്തി ചൂടിനകത്ത് പോലെ വെച്ചും കൊടുക്കണം, അല്ലെങ്കിൽ എന്താ വെച്ചാല് കുട്ടിക്കൊരു ഇറിറ്റേഷൻ ആവുന്നത്. അപ്പൊ അത് കറക്റ്റായിട്ട് ചിങ്കിടു ഇത് കറക്റ്റ് ചിങ്കിടുവിന്റെ സൈസ് തന്നെയാണ്. അതിനി വലുതാണ് എന്ന് പറയണ്ട. മുമ്പ് നമ്മൾ അത് വെച്ചു കൊടുത്തപ്പോഴാണ് പറഞ്ഞത്. എല്ലാം കഴിഞ്ഞു കേട്ടാ. ഗൈസ് മൂപ്പർക്ക് ഡ്രസ് ഇട്ട് കൊടുക്കാണ്. വിശപ്പായിട്ടാണ്. പക്ഷെ നമ്മള് ഡ്രസ് മാറ്റാണ്ട് ഇതാക്കിന്ന് പറഞ്ഞ ശരിയാവില്ലല്ലോ. ഇത് ഇങ്ങനെ വരണം. അങ്ങനെ ഇടയിൽ കരഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഫീഡ് ചെയ്തു. ആ ഫീഡ് ചെയ്യുന്ന ഗ്യാപ്പിലാണ് എന്നും പുരുകൊക്കെ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ സമ്മതിക്കില്ല. അപ്പോൾ ഫീഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ അത് എഴുതാൻ പോകുന്ന ടൈമിൽ ആൾക്കറിയാം. അപ്പം അങ്ങനെ ഇളക്കും. ഗ്യാസ് പോയത് ഇപ്പോൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞല്ലേ. ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ തട്ടും ഗ്യാസ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റ് പോയി ഇപ്പോൾ. അപ്പോൾ ഇതാ പുരുകൊക്കെ എഴുതി കഴിഞ്ഞു, എല്ലാ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞു അല്ലേ ചിങ്ങടോ? ചിങ്ങടോ മാക്സിമം ചിങ്ങടോ എന്താണ് ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ ഏകദേശം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അയ്യോ അല്ല ബേബി അമ്മ, പിന്നെ ഞാൻ പാല് കൊടുക്കില്ലേ, പിന്നെ ചിങ്ങടോ ഇടയ്ക്ക് എടുക്കും. ആദ്യമൊന്നും അങ്ങനെ എടുക്കില്ല, ഇപ്പോഴാണ് കുറച്ചായിട്ടൊക്കെ അല്ലേ. ഇപ്പോൾ വായിച്ചിന് സെറ്റ്. ആദ്യം വായിച്ചിന് കണ്ട പാല് എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. ഇപ്പോൾ വായിച്ചെടുത്ത് നിൽക്കും. ചിങ്ങടുമാ ഹലോ പറ. ഹലോ ആവട്ടെ, എന്നിട്ട് ഹലോ പറയാ. ആൾക്ക് ഉറങ്ങേണ്ട സമയമായില്ലേ. ഇനിയിപ്പോ കുറച്ച് നേരം തട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയോ ഉറങ്ങും. അപ്പൊ ഡ്രസ്സില് ലാവൻഡർ കളർ ഇവൾക്ക് ലൈറ്റ് കളറൊന്നും ചേരില്ല, കുറച്ച് ഡാർക്ക് വേണം. ആകെ ഇവൾക്ക് ഈ കളർ, ബാക്കിയൊക്കെ പിങ്ക് പിന്നെ വൈറ്റ് പോലെ അങ്ങനെയുള്ള കളറുകളൊക്കെയാണ്. എന്തായാലും നമ്മൾ വീഡിയോ അതാണ് ചിങ്ങടുവിന്റെ കുളിപ്പിക്കൽ ഡേ അല്ലേ. ചിങ്ങടുവിന്റെ ഡെയിലി കുളിപ്പിക്കുന്നുണ്ടാ, അതായത് 1-2 ദിവസം ഇടവിട്ട് അങ്ങനെയൊന്നുമില്ല. അപ്പൊ വേറെ മോഡൽ കുറച്ച് ചെറിയ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു.
അതേപോലെ തന്നെ അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് വാക്സിൻ അടിച്ച സമയത്ത് മാത്രം 2 ദിവസം കുളിപ്പിക്കണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ അടിച്ചിടുന്നുണ്ട്. ബാക്കി ഡെയിലി ഞങ്ങൾ ഈ ഒരു സമയത്തൊക്കെ കുളിപ്പിച്ച് വെള്ളം റെഡിയാക്കും, ഉറക്കും. അങ്ങനെയാണ് ലാവേ. അപ്പോൾ ഗൈസ് ചിങ്കുടുവിന് ഉറങ്ങാനുള്ള സമയം അതാണ് മൂളിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ട് കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ എന്താണ് കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് എന്തായാലും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.